ഹലോ വെൽക്കം ബാക്ക് ടു എ കിച്ചൺ ഫിലോസഫി. ഞാൻ ഇന്ന് നോർത്ത് ഇന്ത്യൻ ഡിഷായ പാലക് പനീറിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. പാലക് പനീർ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരു വലിയ കെട്ട് പാലക്ക് എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. പാലക്ക് മേടിക്കുമ്പോൾ നല്ല ഫ്രഷ് ഇല തന്നെ നോക്കി മേടിക്കണം. പിന്നെ 200 ഗ്രാം പനീർ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പനീർ ക്യൂബ്സ് അല്ലാതെയും നമുക്ക് കിട്ടും. അപ്പോൾ ഈ ക്യൂബ്സ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു മീഡിയം സൈസ് വലിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യിലുണ്ടാക്കുന്നതാണ് കൂടുതൽ രുചി. 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പാകത്തിന് ഉപ്പും. പാലക് പനീർ ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് പാലക്കിൻ്റെ പ്യൂരേ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് പാലക്കൊന്ന് ബ്ലാഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായി വെട്ടിത്തിളച്ചാലാണ് അതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് ഇതിലേക്ക് പാലക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തവി വെച്ചിട്ട് ഈ പാലക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ഈ വെള്ളത്തിലൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. 2 മിനിറ്റിൽ കൂടരുത്, കാരണം ഇതിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോകും. പാലക് പനീർ നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഉണ്ടാവുക. 2 മിനിറ്റ് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൽ നിന്നൊന്ന് ഈ പാലക്ക് എടുത്ത് മാറ്റുക. ഇനി ഈ പാലക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് ഈ പാലക്കിൻ്റെ കളറ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പാലക് പനീർ നല്ല ഡാർക്ക് ഗ്രീൻ കളറല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി. എന്നിട്ട് ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുക. ഇനി ഈ പാലക്കൊന്ന് ഈ വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ഇതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പോവാൻ ഈ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡറിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇത് ബ്ലെൻഡറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം നല്ല തിക്ക് പേസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്യൂരെ റെഡി ആയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ മതി. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് പനീറിൻ്റെ ക്യൂബ്സ് ഓരോന്നായി ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് കളറ് മാറിയാൽ പിന്നെ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അധികം കളർ ചേഞ്ച് ആവാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊന്ന് ജസ്റ്റ് ഒന്ന് തവി വെച്ചിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പനീറൊക്കെ പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. ഇനി അടുത്തത് ഇതിൻ്റെ ഗ്രേവിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതിനായിട്ട് ഞാൻ ഇവിടെ സ്റ്റൗവിൽ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ബട്ടറിലും ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് ഇത് കൂടുതൽ രുചി തോന്നിയിട്ടുള്ളത് നെയ്യിലാണ്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ജീരകമൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ച വലിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അധിക നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. അടുത്തത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അടുത്തത് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്തൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് പാലക്കിൻ്റെ പ്യൂരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കുക. എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 4 to 5 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. ഓൾറെഡി ഈ പാലക്ക് ഒന്ന് വേവിച്ചെടുത്തതാണ് നമ്മൾ. അപ്പോൾ ഇതിന് അധികം വേവൊന്നുമില്ല. ഒരു 4 to 5 മിനിറ്റ്സ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട് വേവിക്കാൻ വെച്ചിട്ട്.
ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാലക്കിൻ്റെ ഗ്രേവി നന്നായിട്ട് തിക്കനായിട്ടുണ്ട്. ഒരു സെമി ഗ്രേവിയുടെ കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ ആയത്. ഇനി ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഈ പാലക്കിലേക്ക് പനീർ ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയുണ്ട് അതിന്. പിന്നെ പനീർ നന്നായി സോഫ്റ്റ് ആവും ചെയ്യും ഈ പാലക്കിലേക്ക് ഇത് ചേർക്കുമ്പോൾ. പാകത്തിന് ഉപ്പും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ ചെറുതായി തിക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്തൊന്ന് ഗ്രേവി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാലക് പനീർ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ക്രീം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഈ ലാസ്റ്റിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ഈസിയല്ലേ ഈ പാലക് പനീർ ഉണ്ടാക്കാൻ. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഇതിൻ്റെ കളറ് നല്ല ഡാർക്ക് ഗ്രീൻ കളറല്ലേ. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ നല്ലൊരു അട്രാക്റ്റീവാണ്, നല്ല ഹെൽത്തിയുമാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഇറ്റ്സ് ലുലു മർജാൻ സൈനിങ് ഓഫ്. ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.